Let us do one problem today. The following information is available regarding Mid-Air Enterprises. Mid-Air currently has no debt. It is an all-equity company. Expected EBIT is 24 lakhs. EBIT is not expected to increase overnight. So Mid-Air is in no growth situation. Problems ശ്രദ്ധിക്കാട്ടോ. I have given this question. PDF ലേതിലോ ഒന്നിലുണ്ട്. There are no taxes, so T0 percentage. EBIT annundu. Mid-Air pays out all income tax dividend ആയിട്ട് കൊടുക്കുന്നു. If Mid-Air begins to use debt, it can borrow at the rate of KD is equal to 8%, 8%. Clear? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് EBIT തന്നിട്ടുണ്ട്. EBIT is 24 lakhs, 24 ലക്ഷമാണ്. 24 lakhs. No tax. So this borrowing rate is constant and it's dependent upon the amount of debt. Any money raised by selling debt would be used to retire common stock. അപ്പോൾ എന്തെങ്കിലും പൈസ ഡെപ്റ്റ് സെല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്താൽ റേസ്ഡ് ബൈ സെല്ലിംഗ് ഡെപ്റ്റ്, അതായത് ഡെപ്റ്റ് എങ്ങാനും വിറ്റിട്ട് നമുക്ക് കുറച്ച് പൈസ കിട്ടുക വെച്ചാൽ നമ്മളുടെ ഇക്വിറ്റി കുറയ്ക്കാനാണ് Mid-Air നോക്കണത്. അപ്പോൾ അതുകൊണ്ട് അസറ്റ് കോൺസ്റ്റൻ്റ് ആവും. ദ റിസ്ക് ഓഫ് Mid-Air's assets and its debt is such that its shareholders requires a rate of return KE 12% ആണ് if no debt is used. ഡെപ്റ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ KE 12% ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. യൂസിങ് model without corporate taxes and assuming a debt of 1 crore, you are required to determine. 1 കോടിയാണ്, ഡെപ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ 12% KE പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾക്ക് ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം നോക്കണം. ക്ലിയർ? സോ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കമ്പനിയുടെ ടോട്ടൽ വാല്യൂ, ഫേംസ് വാല്യൂ ഓഫ് ഇക്വിറ്റി, ഫേംസ് ലിവറേജ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ക്ലിയർ? അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പ്രോബ്ലത്തിൽ. മോഡലാന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാലും മോഡലിന് പ്രത്യേകമായിട്ട് നമുക്ക് വേറെ ഫോർമുലയായിട്ടൊന്നും നമ്മൾ പഠിക്കുന്നില്ല. ക്ലിയർ? നമ്മൾ ഇതുവരെ പഠിച്ചത് എന്ത് ഫോർമുല ബേസ്ഡ് ആണ് വെച്ചാൽ ആ ഫോർമുലാസ് തന്നെയാണ് ഇതിൻ്റെയും ബേസ് ആയിട്ട് ആക്ട് ചെയ്യണത്. ദാറ്റ് ഈസ് വൺ തിങ് വാട്ട് യു വാണ്ട് ടു സേ. ക്ലിയർ? അപ്പോൾ മോഡൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുത എന്താ വെച്ചാൽ വാല്യൂ ഓഫ് ഇക്വിറ്റി എപ്പോഴും എന്തായിട്ട് ആ ഒരു ഡയഗ്രാം ഓർത്ത് വെക്കണം. KEക്കാണ് എപ്പോഴും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വാല്യൂ ഓഫ് K0 ഈസ് കോൺസ്റ്റൻറ്റ്. ക്ലിയർ? അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ, ഡെപ്റ്റ് ഇല്ലെങ്കിൽ KEയുടെ പെർസെൻറ്റേജ് ഇത്ര, ഡെപ്റ്റ് ഉണ്ടെങ്കിൽ KEക്ക് പെർസെൻറ്റേജ് മാറും. ക്ലിയർ? അതേപോലെ KD എന്ന് പറയുന്നത് 8% എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബിഗിൻ ടു യൂസ് ഡെപ്റ്റ്, അതായത് ഡെപ്റ്റ് കൂടുമ്പോഴാണ് സിറ്റുവേഷൻ മാറുന്നത് മോഡിഗിലാനി മില്ലർ അപ്രോച്ചിൽ. ബിഗിൻസ് ടു യൂസ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ കോൺസ്റ്റൻ്റ് ആവും KD, അതാണ് അവിടെ പറയുന്നത്. പക്ഷെ KEക്ക് എപ്പോഴും മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ക്ലിയർ? അപ്പോൾ ഒരു KE തന്നിട്ടുണ്ട്, 12% എന്ന് KE തന്നിട്ടുണ്ട്. അപ്പം Mid-Air 1 കോടി ഡെപ്റ്റ് യൂസ് ചെയ്യുകയാണെന്നുള്ള അസംഷൻ്റെ ബേസിസിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യണത്. ക്ലിയർ? ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യത്തിൽ വാല്യൂ ഓഫ് ദ ഫേം ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. വി ആർ കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ഓഫ് ദ ഫേം. അപ്പോൾ വാല്യൂ ഓഫ് ദ ഫേം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് KE 12% തന്നെ എടുക്കാം. കാരണം ഇവിടെ ഒരു ഗ്രോത്ത് സിറ്റുവേഷനാണ്. സോ EBITന് ഒരു മാറ്റവും വരില്ല. കറൻ്റ്ലി എന്താ സംഭവിക്കുന്നത്? ആ ഒരു സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കുക. Mid-Air ഹാസ് നോ ഡെപ്റ്റ്. ഇവിടെ ഒരു ഡെപ്റ്റും ഇല്ല ഇപ്പോൾ. ആസ് സച്ച് പിന്നെ ഡെപ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല, ഡെപ്റ്റ് ഇല്ല എന്നാണ്. അപ്പോൾ ഡെപ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട് KE 12%. സോ ആ ഒരു ബേസിസിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ക്ലിയർ? So let us do the first part where we are assuming that
നമ്മുടെ കറൻറ്റ് സിറ്റുവേഷനിൽ ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വി എന്ന് പറഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു എബിറ്റ് ബൈ കെ ഇ ആണ് ഫോർമുല. ഒരു ചേഞ്ചും ഇല്ല ആ ഫോർമുലയ്ക്ക്. ക്ലിയർ? ഫേമിൻ്റെ ടോട്ടൽ വാല്യൂ ആണ് നമ്മൾ നോക്കണത്. ഫേമിൻ്റെ ടോട്ടൽ വാല്യൂ കാണണമെങ്കിൽ വി ഈസ് ഈക്വൽ ടു എബിറ്റ് ബൈ കെ ഇ എന്നാണ് ഫോർമുല. അപ്പോൾ എബിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 24 lakhs ആണ്. കെ ഇ 12% തന്നിട്ടുണ്ട് 12.12. ക്ലിയർ? കാരണം നമ്മൾക്ക് അറ്റ് പ്രസൻറ്റ് ഈ ഒരു ഫേമിന് ഡെപ്റ്റ് ഇല്ല. അപ്പോൾ നമുക്ക് കിട്ടും വാല്യൂ ഓഫ് ദ ഫേം 2 കോടിയാണ് വാല്യൂ ഓഫ് ദ ഫേം. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ വെച്ചാൽ ഡിറ്റർമൈൻ ദ ഫേംസ് വാല്യൂ ഓഫ് ഇക്വിറ്റി. ക്ലിയർ? വാല്യൂ ഓഫ് ഇക്വിറ്റി എത്രയാണ് ഫേമിൻ്റെ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതും കറൻറ്റ് സിറ്റുവേഷനിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അസ്യൂമിങ് ദാറ്റ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ അസ്യൂമിങ് ദാറ്റ് ദർ ഇസ് ഡെപ്റ്റ് ഉണ്ട് എന്നുള്ളൊരു അസംഷൻസിലാണ് വാല്യൂ ഓഫ് ഇക്വിറ്റി കാണാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഇക്വിറ്റിയുടെ ആവശ്യമില്ല. കാരണം വാല്യൂ ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു വി മൈനസ് ഡി. ഫോർമുല മറന്നു പോകരുത്. വി മൈനസ് ഡി ആണ് വാല്യൂ ഓഫ് ഇക്വിറ്റിയുടെ ഫോർമുല. അപ്പോൾ വി മൈനസ് ഡി നമ്മൾ എപ്പോഴാണ് ചെയ്യുക? എസ് ഇസ് ഈക്വൽ ടു വി മൈനസ് ഡി ആണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഡെപ്റ്റ് ഇല്ലാച്ചാൽ ഇഫ് ദർ ഇസ് നോ ഡെപ്റ്റ് എസ് ഇസ് ഈക്വൽ ടു വി. നമ്മൾ നോക്കേണ്ട കാര്യമില്ല, 2 കോടി തന്നെയാണ്. പക്ഷെ വാല്യൂ ഓഫ് ദ ഫേം മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി വേറെ കാണാൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശം 1 കോടി ഡെപ്റ്റ് ഉണ്ട് എന്നുള്ളൊരു അസംഷനിലാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം വാല്യൂ ഓഫ് ദ ടോട്ടൽ വാല്യൂ 2 കോടി ആച്ചാൽ അതിൽ നിന്ന് 1 crore ഡെപ്റ്റ് ആണെങ്കിൽ വാട്ട് വിൽ ബി ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി? ഇറ്റ് ഈസ് 1 crore. Is it clear for you? So, and the last part is determine the firm's leverage cost of equity. നമ്മൾ ആദ്യം കണ്ടത് എങ്ങനെയാണ്? ആദ്യം കണ്ടത് വാല്യൂ ഓഫ് ദ ഫേം കാണുമ്പോൾ കെ ഇ 12% ആയിട്ടാണ് നമ്മൾ എടുത്തത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ലിവറേജ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അസ്യൂമിങ് ദാറ്റ് ഡെപ്റ്റ് ഇസ് ദെയർ. ഡെപ്റ്റ് ഉണ്ട്, ലിവറേജ്ഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്ക് എന്തായാലും മെത്തേഡിൽ മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ക്ലിയർ? അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, ലിവറേജ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമ്മൾ എങ്ങനെയാണ് കാണാം? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്ര പെർസെൻറ്റേജാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? 12% കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ക്ലിയർ? അപ്പോൾ കോസ്റ്റ് കൂടുമ്പോൾ we are dealing with the firm's leverage cost of equity. ഇനി പഠിക്കാൻ പോണ ഒരു ഭാഗം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പാർട്ടിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ അക്കോർഡിംഗ് ടു ഹിയർ അപ്രോച്ചിൽ നമ്മൾ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇഫ് യു ഹാവ് ലിവറേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെ വെച്ചാൽ റിട്ടേൺ ഓൺ അൺലിവേർഡ് ഫേം പ്ലസ് വാട്ട് ഈസ് ദ പ്രപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. പ്രപ്പോർഷനാണ് ഇൻടു റിട്ടേൺ ഓൺ അൺലിവേർഡ് ഫേം മൈനസ് റിട്ടേൺ ഓഫ് ഡെപ്റ്റ്. ദാറ്റ് മീൻസ് ഈ റിട്ടേൺ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് റീപ്ലേസ് ചെയ്യാം. ദിസ് ഇസ് ദ ബേസിക് ഫോർമുല. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഈ പാർട്ട് ബേസിക്കായിട്ട് നമ്മൾ പഠിക്കുന്ന ഫോർമുലയാണ്. റിട്ടേൺ ഓൺ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ്. റിട്ടേൺ ഓൺ അൺലിവേർഡ് ഫേം പ്ലസ് ഡി ബൈ ഇ, ഐ മീൻ പ്രപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ടു പ്രപ്പോർഷൻ ഓഫ് ഇക്വിറ്റി ഇൻടു റിട്ടേൺ ഓഫ് അൺലിവേർഡ് ഫേം minus return of debt. Clear? So cost of capital of levered equity is equal to the cost of unlevered firm. ഇവിടെ ഇങ്ങനെ പറയുന്നത് cost of unlevered firm plus a premium that is proportional to the market value of the debt equity ratio. ഇത് രണ്ടും ഈക്വൽ ആവും. ഒരു അപ്രോച്ചിൽ ഡെപ്റ്റ് കൂടിയത് കൊണ്ട്
റിട്ടേൺ ഓൺ ഇക്വിറ്റിക്ക് വ്യത്യാസം വരുന്നില്ല. ക്ലിയർ? അതായത് എപ്പോഴും ഇത് രണ്ടും ഈക്വൽ ആയിക്കൊണ്ടേയിരിക്കും. സോ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഈസ് ഈക്വൽ ടു the cost of capital of levered equity is equal to the cost of capital of unlevered equity plus a premium. ഇതൊരു പ്രീമിയമാണ്, അവർക്ക് കൊടുക്കുന്ന പ്രീമിയമാണ്. കാരണം ഡെപ്റ്റ് കൂടുമ്പോൾ അവരുടെ റിസ്ക് കൂടുകയാണ്, ഫിനാൻഷ്യൽ റിസ്ക് കൂടുകയാണ്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന പ്രീമിയമാണ്. പ്ലസ് എ പ്രീമിയം ദാറ്റ് ഇസ് പ്രപ്പോർഷണൽ ടു ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോൻ്റെ ബേസിസിൽ ഒരു പ്രീമിയം അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യണത്. സോ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇസ് ഈക്വൽ ടു റിട്ടേൺ ഓൺ അൺലിവേർഡ് ഫേം പ്ലസ് എ പ്രപ്പോർഷൻ ഓഫ് ദ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്. ക്ലിയർ? പ്രപ്പോർഷനാണ് ടു ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. അപ്പോൾ ഒരു പ്രീമിയമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അൺലിവേർഡ് ഫേമെന്ന് നമ്മൾ ഡെപ്റ്റിനുള്ള പൈസ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ടിൻ്റെ മുകളിലുള്ള പ്രീമിയം. പ്രീമിയം എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോൻ്റെ ബേസിസിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ദിസ് ഈസ് ദ ബേസിക് ഫോർമുല ദാറ്റ് യു ഹാവ് ടു റൈറ്റ് ആൻഡ് കീപ്പ്. കാരണം എല്ലാ പ്രോബ്ലത്തിലും 1:1 റേഷ്യോയിൽ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ക്ലിയർ? സോ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇതിനെയൊക്കെ മാറ്റാം. ആർ എന്നുള്ള പാർട്ടിനെയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഐ വിൽ ടെൽ യു ഹൗ ദ ചേഞ്ച് വിൽ ഹാപ്പൻ. കെ ഇ ഇസ് ഈക്വൽ ടു value of unlevered firm, or you can say unlevered firm in the value plus d by e into value of cost of unlevered firm plus cost minus cost of debt. So this basic formula you have to write and keep. K is equal to levered equity ആണെങ്കിൽ, ലിവറേജ് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്? അൺലിവേർഡ് ഫേമിൻ്റെ ഇക്വിറ്റി, ഇത് എമ്മിന് മാത്രമുള്ളതാണ്. അൺലിവേർഡ് ഫേമിൻ്റെ ഇക്വിറ്റിയുടെ മുകളിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഡെപ്റ്റ് എത്ര ഉണ്ട്, ഇക്വിറ്റി എത്ര ഉണ്ട് എന്നുള്ളത് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ 1/1 ആണ്, 1:1 ആണ്. അതുകൊണ്ട് 1/1. ഇക്വിറ്റി 1 കോടി, ഡെപ്റ്റ് 1 കോടിയാണ് അല്ലേ. ഇൻറ്റു കെ യു മൈനസ് കെ ഡി. കെ യു എന്ന് പറഞ്ഞാൽ അൺലിവേർഡ് ഫേമിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 12%. കെയുടെ കോസ്റ്റാണ്, അപ്പോൾ 12 ഡെപ്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്? 8. അപ്പോൾ ഇതിൻ്റെ ഈ വ്യത്യാസം എന്നുള്ളത് ഒരു പ്രീമിയമാണ്, അവർക്ക് കിട്ടുന്ന പ്രീമിയമാണ്. പക്ഷെ ആ പ്രീമിയം കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കില്ല ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ. ഡെപ്റ്റ് കുറയും തോറും നമ്മളുടെ ഇവിടുത്തെ കോസ്റ്റ് കുറയും. ഡെപ്റ്റ് കൂടും തോറും ഈ കോസ്റ്റ് ഇവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഡെപ്റ്റ് കൂടും തോറും കെ ഇൻക്രീസ് ചെയ്യും എന്നുള്ളൊരു പോസിബിലിറ്റി അപ്രോച്ചിൽ പറയുന്നത് ഇതുകൊണ്ടാണ്. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അതായത് ഇപ്പം നമുക്ക് ഡെപ്റ്റ് 1 കോടിയും ഇക്വിറ്റി 2 കോടിയും എന്ന് പറഞ്ഞാൽ ആ പ്രപ്പോർഷനേ കിട്ടുള്ളൂ. നേരെ മറിച്ച് ഡെപ്റ്റ് 3 കോടിയും ഇക്വിറ്റി 2 കോടി എന്ന് പറഞ്ഞാൽ യുവർ പ്രപ്പോർഷൻ ഹിയർ ദിസ് പ്രീമിയം വിൽ ഇൻക്രീസ്. അപ്പോൾ ഈ ഒരു പ്രീമിയം കൊടുത്താൽ മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇവിടെ പിടിച്ചു നിൽക്കുള്ളൂ. ക്ലിയർ? ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? സോ റൈറ്റ് ആൻഡ് കീപ് കെ ഇ ഈസ് ഈക്വൽ ടു കെ യു പ്ലസ് ഡി ബൈ ഇ ഇൻറ്റു കെ യു മൈനസ് കെ ഡി. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു ഭാഗമാണ്, അതുകൊണ്ടാണ് ഞാൻ ആ ബേസിക് ഫോർമുല പറഞ്ഞു തരുന്നത്. കാരണം അല്ലാതെ നമ്മൾ ആ പ്രോബ്ലത്തിലേക്ക്, ആ തേർഡ് പാർട്ടിലേക്ക് കടക്കാൻ പറ്റില്ല. ക്ലിയർ? സോ ഹിയർ യു സി എന്താ നമ്മളുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പറയണത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ഈ പാർട്ട് ഒന്ന് നോക്കുക. ഫേമിൻ്റെ ലിവേർഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ലിവേർഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അപ്പോൾ അൺലിവേർഡ് കോസ്റ്റ് എത്രയെന്നുള്ളത് നമ്മൾ ഈ ഫോർമുലേനെ ബേസ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല ആലോചിക്കുക. അൺലിവേർഡ്, അതായത് ലിവറേജ് ഇല്ലാത്ത സമയത്ത് നമ്മുടെ കോസ്റ്റ് എത്രയായിരുന്നു? 12% ആയിരുന്നു. അതിൻ്റെ കൂടെ നമ്മളുടെ ഡെപ്റ്റ് ഇക്വിറ്റി പ്രപ്പോർഷൻ എത്രയെന്ന് നോക്കൂ, 1/1 ആണ് ഡെപ്റ്റ് ഇക്വിറ്റി പ്രപ്പോർഷൻ. ക്ലിയർ? അതുകൊണ്ടാണ് അതിവിടെ മെൻഷൻ ചെയ്യാത്തത്. ഇൻറ്റു വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇപ്പം എത്ര അറ്റ് പ്രസൻറ്റ് ഉണ്ടായിരുന്നത്? അപ്പോൾ നമ്മളിവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അല്ല, കോസ്റ്റ് ഓഫ് അൺലിവേർഡ് ഫേം ആണ്. അൺലിവേർഡ് ഫേമിൻ്റെ കെ ഇ, അൺലിവേർഡ് ഫേം എന്ന് പറഞ്ഞാൽ തന്നെ കെയും വാല്യൂ ഓഫ് ദ ഫേമും സെയിം ആവും. K0 കെയും സെയിം ആവുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് അവിടെ അൺലിവേർഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയാണ്.
അപ്പോൾ അൺലിവേർഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 12% ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന ഡെപ്റ്റിൻ്റെ കോസ്റ്റ് മൈനസ് ചെയ്യുക 8%. അപ്പോൾ നമുക്കിവിടെ റിസ്കിനുള്ള പ്രീമിയമാണ് കിട്ടണത്. ഈ റിസ്കിനുള്ള പ്രീമിയം മുഴുവനായിട്ട് അവർക്ക് കൊടുക്കില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദിസ് പ്രപ്പോർഷൻ. ക്ലിയർ? സോ 12% പ്ലസ് 1/1 ഇൻറ്റു 12% മൈനസ് 8%. സോ ഹിയർ ഇറ്റ് ഇസ് 12% പ്ലസ് 4%, ഇറ്റ് കംസ് ടു 16%. ഇനി നമ്മൾ വേറൊരു സിറ്റുവേഷൻ നമ്മളിവിടെ എടുത്ത് നോക്കാം. ചേഞ്ച് ഉണ്ടാവുമോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. സപ്പോസ് ഇവിടെ ഇപ്പം നമ്മൾ 1:1 പ്രപ്പോർഷൻ അല്ലേ പറഞ്ഞത്. സപ്പോസ് ഇവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 1ഉം മറ്റേ ഇത്. സോ നമ്മുടെ ഈ ഒരു മെത്തേഡിൽ ഇപ്പോൾ നമുക്ക് അറിയാം 12% എന്നുള്ളത് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഈ പ്രപ്പോർഷൻ ഇവിടെ ചിലപ്പോൾ ഡെപ്റ്റും ഇക്വിറ്റി ഒരേപോലെ ആവണമെന്നില്ല. ഡെപ്റ്റ് 1 കോടിയും ഇക്വിറ്റി 2 കോടിയാണെങ്കിൽ ഡെപ്റ്റിൻ്റെ പ്രപ്പോർഷൻ കുറയാണ്. അപ്പോൾ റിസ്ക്കും കുറയും, കിട്ടുന്ന പ്രീമിയവും കുറയും. ക്ലിയർ? ഹാഫ്ന്ന് വരികയാണ്. സപ്പോസ് ഡെപ്റ്റ് നേരെ തിരിച്ചു നോക്കൂ. ഇവിടെ ഡെപ്റ്റ് 2 കോടിയാണ് വിചാരിക്കൂ. ഇക്വിറ്റി സപ്പോസ് ഇക്വിറ്റി ഈസ് 1 crore. അപ്പോൾ എന്താ ഉണ്ടാവുക? റിസ്ക് കൂടുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രീമിയത്തിൻ്റെ പ്രപ്പോർഷൻ ഇവിടെ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടും. ക്ലിയർ? അപ്പോൾ ഇവിടെ ഡെപ്റ്റിനുള്ള റിസ്ക് പ്രീമിയം കൂടുന്നതിനനുസരിച്ച് ഈ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? വാട്ട് ഐ എം സേയിങ്? സോ ഈ ഒരു ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുള്ളൂ. So keep that in mind and do the question. Clear? Okay.